വരെ നമസ്കാരം. നമ്മളിന്ന് കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു തൈര് കറിയാണ് വെക്കുന്നത്. തേങ്ങയൊന്നും അരയ്ക്കാണ്ട്. കുമ്പളങ്ങയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. കുമ്പളങ്ങയിൽ ജലാംശം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അമിതമായിട്ട് ശരീരം വിയർക്കുകയും ചൂട് അനുഭവപ്പെടുന്നവർക്ക് കുമ്പളങ്ങയൊക്കെ കറി വെച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മൂത്രത്തിലൂടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ പുറന്തള്ളിക്കളയാൻ കുമ്പളങ്ങ കഴിക്കുന്നതിലൂടെ നമ്മെ സഹായിക്കും. വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഈ കുമ്പളങ്ങ കഴിച്ചാൽ നമ്മളെ സഹായിക്കും. നമുക്ക് ഈ കുമ്പളങ്ങ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. നമുക്കിതൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കീറിയത് കൊടുക്കാം. കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങയ്ക്ക് കുറച്ച് വേവുള്ളതാണ്, അതുകൊണ്ട് കഷ്ണത്തിൻ്റെ ഒപ്പം വെള്ളം വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുമ്പളങ്ങയിലോട്ട് അധികം പുളിയില്ലാത്ത കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞ് തിളപ്പിക്കാൻ പാടില്ല. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പുളിയില്ലാത്ത കട്ട തൈരായതുകൊണ്ടാണ് തേങ്ങ അരയ്ക്കാത്തത്. നമ്മൾ മോരാണ് കുമ്പളങ്ങയിൽ ഒഴിക്കുന്നതെങ്കിൽ തേങ്ങ അരയ്ക്കണം. ഇത് ചൂടാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു പാനിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കുമ്പളങ്ങ തൈര് കറിക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്, ജീരകവും കടുകൊന്നുമല്ല. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തു. നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹെൽത്തിയും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക് യു.